നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. ചിതറ കിഴക്കും ഭാഗം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൗഹൃദം കൂട്ടായ്മയുടെ 25ാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന കവി സമ്മേളനം കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഉണ്ടായിരുന്ന ഒരു കാലവും അതിൻ്റെ ഏതാണ്ട് നിലനിൽക്കുന്ന രീതിയുണ്ട്. ഇപ്പോഴത്തെ മുരുകനെ CS രാജേഷൻ തുടങ്ങിയിട്ടുള്ള കവികൾ ആലാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ കവിതകളാണ് അദ്ദേഹം കാസറ്റിൻ്റെ രൂപത്തിൽ വരുന്നത്. അന്ന് ധാരാളമായിട്ട് ആ കാസറ്റുകൾ ചെലവാകുകയും ചെയ്തു. അതിനകത്ത് കടമ്പനിട്ടയുടെ പുറത്തുണ്ടായിരുന്നു, കിരാതവർക്കുണ്ടായിരുന്നു, ചാക്കാല എന്ന് പറഞ്ഞ കവിതയുണ്ടായിരുന്നു, കോഴി എന്ന് പറഞ്ഞ കവിതയുണ്ടായിരുന്നു. അതിനകത്ത് ഉപയോഗിച്ചിരുന്ന വാദ്യങ്ങൾ സാധാരണ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ആളുകൾ ഇത്തരം CD ചെയ്യാറുള്ള സമയത്ത് ഈ ഒരു പ്രധാന വാദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഇടയ്ക്ക് ഫ്ലൂട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് സൗഹൃദം ഊട്ടി ഉറപ്പിക്കട്ടെ, അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായി ഈ നാടും ഈ സമിതിയും വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കവിതയിലേക്ക് കടക്കുകയാണ്. കവിത നീയൊന്ന് അടങ്ങന്റെ കോമളെ എന്ന കവിത ആകാശവാണിയിൽ സർഗകേരളം പരിപാടിയിൽ ഈ അടുത്ത കാലത്ത് പ്രക്ഷേപണം ചെയ്ത കവിതയാണ്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരല്പം ഹാസ്യമായിട്ട് തോന്നാം, നീയൊന്ന് അടങ്ങന്റെ കോമളെ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീടുകളിൽ തന്നെ പലപ്പോഴും രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ അടുപ്പിക്കാറേ ഇല്ല. എൻ്റെ കുട്ടി ഒരു രാഷ്ട്രീയക്കാരനാകുകയേ വേണ്ട എന്ന് കാഴ്ചപ്പാടുണ്ട്. അവിടെ രാഷ്ട്രത്തെ കാത്തുരക്ഷിക്കാനുള്ള ഒന്നാമത്തെ സംഗതിയാണ്. അതാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭാഗതയത്തെ നിശ്ചയിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയം ആളുകളോട് പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ള മാത്രമല്ല, ആലാപനത്തിലും ശ്രദ്ധിക്കുന്നവരായത് കാരണം ഈ സംഗീതം ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഒരുപാട് ആളുകൾ അത് ആകർഷിക്കുന്നുണ്ട്. താല്പര്യമുള്ളവരാണ് സംഗീതം. അമിതമായ സംഗീതം ഒരിക്കലും അദ്ദേഹം കവിതയിൽ ഉപയോഗിക്കില്ല. ഏതാണ്ട് നമ്മുടെ മുണ്ടിൻ്റെ കര പോലെ വളരെ ഒതുങ്ങിയതായിരിക്കണം കവിതയുടെ സംഗീതം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇരിക്കാനൊരു ഇരിപ്പിടം നമുക്കൊരു പാനൽ കോളേജ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചിരുന്ന് സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും ഒരു ഇടപ്പിടം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. പക്ഷേ ഞങ്ങളിലെ നല്ല നല്ല കഴിവുള്ള ചില സുഹൃത്തുക്കൾ ഇത് നമ്മളായിട്ട് മാത്രം സ്വകാര്യമായിട്ട് മാത്രം വേങ്ങരുത്. നമ്മുടെ സമൂഹത്തിൻ്റെ പല ആവശ്യങ്ങൾക്കൊപ്പം സ്പന്ദനങ്ങൾക്കൊപ്പം നമുക്ക് പ്രവർത്തിക്കണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ. അനിൽ പാർവണ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ആദ്യ സുഹൃത്ത് ഇപ്പം നമ്മുടെ ഒപ്പം ഇല്ല. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹമൊക്കെയാണ് ഒരു പക്ഷേ ഈ സംവിധാനത്തെ ഇത്രയും മഹത്തരമാക്കി മാറ്റിയത്. അദ്ദേഹം ഇപ്പോൾ മറ്റൊരാവശ്യമായിട്ട് പോയിരിക്കുകയാണ്. ഇതിൽ വളരെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു നല്ലൊരു പ്രസ്ഥാനമായി ഈ സമൂഹത്തിന് മാതൃകയായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെല്ലാം അഭിമാനിക്കുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ അതെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞതാണ്. ഈ കവികൾക്കെല്ലാം കുറേ ദൂരത്ത് യാത്ര ചെയ്ത് പോയിട്ടാണ് അവരെ മുന്നിൽ പ്രസംഗം നടത്തിയാൽ അവർക്ക് ഇത് അനൗചിത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ എങ്കിലും 25 വർഷത്തിന് ശേഷം ചെയ്തൊരു കാര്യങ്ങളല്ല. 2 കാര്യങ്ങൾ ഞാൻ അടിവരായിട്ട് പറയുന്നു. ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കൂട്ടായ്മകൾ കൂടുതൽ ആവശ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. ഒരുമിച്ച് പഠിച്ച അല്ലെങ്കിൽ ഒരു ദേശത്തുള്ള ഇത്തരം കൂട്ടായ്മകൾ ജാതിയോ അതോടൊപ്പം തന്നെ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ ഇഷ്ടംപോലെ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുള്ളവരുണ്ട്. എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, പരസ്പരം കളിയാക്കാറുണ്ട്. പക്ഷെ അവരെല്ലാം അത് ഒരു സൗഹൃദത്തിന്റെ ബലത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കവി ബിഹു പിരപ്പൻകോട് പറഞ്ഞതുപോലെ ഔദ്യോഗികമായി വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ളവർ ഒരുമിച്ചിരിക്കാൻ ആ ഒരു സൗഹൃദമാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇവിടെ വരാൻ.